അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 ശനിയാഴ്ച. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നിയമസഭയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതിനെ പ്രതിപക്ഷം എതിർത്തു. സഭയോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സഭ ചേർന്നത് ചട്ടം ലംഘിച്ചെന്നും പ്രതിപക്ഷം വിമർശിച്ചു. സഭാ കവാടത്തിൽ കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഇന്ന് ചേർന്ന നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും സഭയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്ന പ്രഖ്യാപനം നടത്തിയതെന്നും VD സതീശൻ പറഞ്ഞു. ഇത് പൊള്ളയായ പ്രഖ്യാപനമാണെന്നും കേരളത്തിൽ ഇപ്പോഴും പട്ടിണി മരണം നടക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ വസ്തുതയില്ലെന്നും പ്രതിപക്ഷം ഭയക്കുന്നതെന്തിനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. പറഞ്ഞതെന്തോ അത് നടപ്പാക്കും. അതാണ് ഇടത് സർക്കാരിന്റെ ശീലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഒരു പുതുയുഗ പിറവിയിലാണെന്നും സജീവ ജനപങ്കാളിത്തത്തോടെയാണ് പ്രക്രിയ നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നടന്മാരായ കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. കമൽഹാസന് ചെന്നൈയിലും മോഹൻലാലിന് ദുബായിലും ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് എത്താൻ കഴിയാത്തതെന്ന് സർക്കാരിനെ അറിയിച്ചു. വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-നാണ് ചടങ്ങ്. UDF അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ സമര പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത്. ഓണറ്റേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നത് വളരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ 4% DA കുടിശ്ശിക ചേർത്തുള്ള ശമ്പളം ഇന്നു മുതൽ ലഭിക്കും. പുതിയ DA ചേർത്തുള്ള ശമ്പളമാണ് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം ലഭിക്കുക. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാർ എന്നിവർക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. വിരമിച്ചവർക്കുള്ള പുതുക്കിയ പെൻഷനും ഇന്നു മുതൽ ലഭിക്കും. കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കവിതയുടെ സംക്രമണ കാലത്തിന് ശോഭയേകിയ കവിയാണ് KG ശങ്കരപിള്ളയെന്ന് പുരസ്കാര സമിതി പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് KG ശങ്കരപിള്ള പ്രതികരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. അതിക്രമത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. UDFന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 UDF പ്രവർത്തകരെ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് അംഗമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. മുൻ MPയും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപൻ കോർപ്പറേഷന്റെ വികസനത്തിന് 1 രൂപ പോലും തന്നില്ലെന്ന തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി TN പ്രതാപൻ.
2019 മുതൽ 2025 വരെ 3,57,72,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്റെ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചതെന്ന് പ്രതാപൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂർ MP ആയിരിക്കുന്ന കാലത്ത് TN പ്രതാപൻ കോർപ്പറേഷന്റെ വികസനത്തിന് 1 രൂപ പോലും തന്നില്ലെന്നും അതേസമയം ഇവിടുത്തെ എംപില്ലാത്ത കാലത്താണ് കോർപ്പറേഷന്റെ വികസനത്തിന് സുരേഷ് ഗോപി 1 കോടി രൂപ നൽകിയതെന്നും MK വർഗീസ് പറഞ്ഞിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ് റസൂൽ പൂക്കുട്ടി. ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്ന സീറ്റിലാണ് താൻ ഇരിക്കുന്നത് എന്നത് സന്തോഷം തരുന്ന കാര്യമാണെന്ന് റസൂൽ പൂക്കുട്ടി പ്രതികരിച്ചു. ഭരണം എന്നതിനെ പവറായിട്ട് കാണുന്നില്ല. മാറുന്ന കാലത്തിനനുസരിച്ച് ദിശ മാറ്റണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് റസൂൽ പൂക്കുട്ടിയുടെ നിയമനം. വോട്ടർ പട്ടിക തീവ്ര പരിശോധന ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ടാവുമെന്നും അത് പരിഹരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നിലവിൽ SIR പൂർത്തിയായ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരിൽ മഹാഭൂരിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും ദരിദ്ര സാഹചര്യത്തിൽ ഉള്ളവരുമാണ്. സമാനമായി കേരളത്തിലും അർഹതപ്പെട്ടവർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ആശങ്കയുണ്ടെന്ന് കാന്തപുരം പറഞ്ഞു. BJP നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് BJP മുൻ വക്താവ് MS കുമാർ. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയ്ക്ക് കാരണം BJPയുടെ ഭാഗമായതാണെന്ന് MS കുമാർ പറഞ്ഞു. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ കൈവിട്ടു. അനിൽകുമാറിന്റെ അവസ്ഥയിലാണ് താനും. ലോൺ എടുത്ത പാർട്ടിക്കാർ തിരിച്ചടയ്ക്കുന്നില്ല. വായ്പയെടുത്തവരുടെ പേര് വെളിപ്പെടുത്തുമെന്നും MS കുമാർ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ പരുമലപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച 3 താലൂക്കുകൾക്ക് പ്രാദേശിക അവധി. പത്തനംതിട്ടയിലെ തിരുവല്ല, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്ന് കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് നിരവധി യുവാക്കളെന്ന് റിപ്പോർട്ട്. സംശയാസ്പദമായി ഇടപാടുകൾ നടന്നുവരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏറ്റവും അധികം സംശയാസ്പദമായി ഇടപാടുകൾ നടന്ന 57 അക്കൗണ്ട് ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി 27 പേരെ കസ്റ്റഡിയിലെടുത്തു. നോട്ടീസും നൽകി. വരും ദിവസങ്ങളിലും പോലീസ് സൈബർ വിങ്ങിന്റെ നിരീക്ഷണം തുടരും. പത്തനംതിട്ടയിൽ ഫോൺ കോൾ ലൊക്കേഷൻ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഹാക്കർ പിടിയിലായി. അടൂർ കോട്ടമുകൾ സ്വദേശി ജോയൽ V. ജോസാണ് പിടിയിലായത്. തന്നെ സമീപിക്കുന്നവർക്ക് ഫോൺ കോൾ രേഖകളും മറ്റ് ലൊക്കേഷൻ വിവരങ്ങളും ഇയാൾ ചോർത്തി നൽകുകയാണ് പതിവ്. ഗൗരവമേറിയ സുരക്ഷാ വിവരങ്ങളും ചോർത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. കുതിരാൻ ഇരുമ്പുപാലം പ്രദേശത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. തുരത്താനെത്തിയ വനം വകുപ്പിന്റെ ജീപ്പ് കാട്ടാന തകർത്തു. ഇന്നലെ രാത്രിയിലാണ് കാട്ടാന ഫോറസ്റ്റ് ജീപ്പ് തകർത്തത്. കാട്ടാന ഇറങ്ങിയെന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. എന്നാൽ ആന ജീപ്പിന് നേരെ തിരിയുകയായിരുന്നു. ഇതോടെ വനം വകുപ്പ് ജീവനക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരതിന്റെ ഷെഡ്യൂൾ ആയി. ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് പുലർച്ചെ 1:50 ബംഗളൂരു സിറ്റിയിൽ എത്തും. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന വന്ദേ ഭാരത് എറണാകുളത്ത് 1:50 എത്തും. എന്നാൽ സർവീസ് തുടങ്ങുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല. ഇക്കാര്യം ഉടൻ അറിയിക്കുമെന്നാണ് വിവരം. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചു. കാസിബുഗ്ഗ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. ഏകാദശി ഉത്സവത്തിനെത്തിയ ഭക്തരാണ് അപകടത്തിൽപ്പെട്ടത്. തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. അതേസമയം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. UAE-യിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിലെ ഏക മലയാളിയായി ഷഫീന യൂസഫ് അലി. രാഷ്ട്രീയം, വ്യവസായം, കായികം, കലാ സാംസ്കാരിക രംഗങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലായി കയ്യൊപ്പ് ചാർത്തിയ UAE-യിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഇതിലുൾപ്പെട്ട ഏക മലയാളിയാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് സ്ഥാപകയും സംരംഭകയുമായ ഷഫീന യൂസഫ് അലി. ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർവുമൺ രേണുക ജഗ്തിയാനി, അപ്പാരൽ ഗ്രൂപ്പ് സ്ഥാപക സീമ വേദ് എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റിന്ത്യക്കാർ. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച പ്രകടനം കാഴ്ചവെച്ച ജമീമ റോഡ്രിഗ്സിനെതിരെ വിമർശനവുമായി BJP നേതാവും നടിയുമായ കസ്തൂരി. ലോകകപ്പ് സെമി ജയത്തിന് ശേഷമുള്ള യേശുവിനെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് കസ്തൂരിയുടെ രൂക്ഷമായ വിമർശനം. ശിവനോ ഹനുമാനോ ആണ് തന്റെ ജയത്തിന് പിന്നിൽ എന്ന് ഏതെങ്കിലും താരം പറഞ്ഞിട്ടുണ്ടോ എന്നും ജയ് ശ്രീറാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താനേനെയെന്നും ഹിന്ദുക്കളുടെ വികാരപ്രകടനമാണെങ്കിൽ പ്രതികരണങ്ങൾ എന്താകുമായിരുന്നുവെന്നും താൻ കപട മതേതരവാദിയല്ലെന്നും കസ്തൂരി പറഞ്ഞു. ദില്ലിയുടെ പേര് ഇന്ദ്രപ്രസ്ഥയാക്കണമെന്നാവശ്യപ്പെട്ട് BJP MP പ്രവീൺ ഖണ്ഡേവാൾ അമിത് ഷായ്ക്ക് കത്തയച്ചു. സാംസ്കാരികവും ചരിത്രപരവുമായ ഘടകങ്ങൾ പരിഗണിച്ചാണ് ദില്ലിയുടെ പേര് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഓൾഡ് ദില്ലി റെയിൽവേ സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നും വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ എയർപോർട്ട് എന്നുമാക്കണമെന്നും കത്തിൽ പറയുന്നു. തെരുവുനായ കേസിൽ സുപ്രീം കോടതിയിൽ മറുപടി സമർപ്പിച്ച് സംസ്ഥാനം. ABC ചട്ടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും തെരുവുനായ നിയന്ത്രണത്തിന് വിവിധ പദ്ധതികൾ നടത്തിയെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ലെന്നും വൈകിയതിൽ ക്ഷമിക്കണമെന്നും സംസ്ഥാനം കോടതിയെ അറിയിച്ചു. പശ്ചിമ ബംഗാളിനെയും ബംഗ്ലാദേശിനെയും ഒന്നാക്കുമെന്ന് BJP MP റാനാഘട്ട് MP ജഗന്നാഥ് സർക്കാരാണ് ബംഗാളിൽ അധികാരമെത്തിയാൽ അതിർത്തികൾ ഇല്ലാതാക്കുമെന്നും ബംഗാളിനെയും ബംഗ്ലാദേശിനെയും ഒന്നാക്കുമെന്നും പ്രസംഗിച്ചത്. പശ്ചിമ ബംഗാൾ BJP ഉപാധ്യക്ഷൻ കൂടിയായ ജഗന്നാഥ് സർക്കാരിന്റെ വിവാദ പ്രഖ്യാപനത്തിൽ കടുത്ത വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. വായുമലിനീകരണം കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ദില്ലി സർക്കാർ. ദില്ലിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത പഴയ ചരക്ക് വാഹനങ്ങൾക്ക് ഇന്നു മുതൽ ദില്ലിയിൽ വിലക്കേർപ്പെടുത്തി. BS3 മുതൽ താഴേക്കുള്ള വാഹനങ്ങൾക്കാണ് വായുമലിനീകരണ മേൽനോട്ട സമിതി വിലക്കേർപ്പെടുത്തിയത്. ദില്ലിയിൽ വായുമലിനീകരണ തോത് ഇന്നും മോശം വിഭാഗത്തിൽ തുടരുകയാണ്. 237 ഇന്ന് രേഖപ്പെടുത്തിയ ശരാശരി എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അമേരിക്കൻ നിക്ഷേപ കമ്പനിയായ ബ്ലാക്ക് റോക്കിൽ ഇന്ത്യൻ വംശജനായ ബങ്കിങ് ബ്രഹ്മഭട്ട് കോടിക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. US ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ ബ്രോഡ്ബാൻഡ് ടെലികോമിന്റെയും ബ്രിഡ്ജോയ്സിന്റെയും CEO ആയ ബങ്കിങ് ബ്രഹ്മഭട്ട് വായ്പ കൊളാറ്ററലായി ഉപയോഗിക്കേണ്ട അക്കൗണ്ടുകൾ വ്യാജമായി നിർമ്മിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം തട്ടിപ്പ് ആരോപണങ്ങൾ നിഷേധിക്കുന്നതായി ബ്രഹ്മഭട്ടിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ രാജാവായ ടുട്ടൻഖാമന്റെ ശവകുടീരം പൂർണ്ണമായി പ്രദർശിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ഗിസയിലെ ഖുഫുവിന്റെ പിരമിഡിന് സമീപത്തായാണ് ടുട്ടൻഖാമന്റെ ശവകുടീരം പ്രദർശിപ്പിക്കുന്നത്. ആഭ്യന്തര കലഹവും കൂട്ടക്കൊലകളും തുടരുന്ന സുഡാനിൽ അതിഭീകര സാഹചര്യമെന്ന് ഐക്യരാഷ്ട്രസഭ. സായുധ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആയിരക്കണക്കിന് നിരപരാധികളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സുഡാൻ സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന സംഘടനയും തമ്മിലാണ് അധികാരത്തിനായി പോരടിക്കുന്നത്. സുഡാൻ സായുധ സേനയുടെ കൈവശമുണ്ടായിരുന്ന എൽ ഫാഷൻ പ്രദേശത്തെ സൈന്യത്തിന്റെ ശക്തി കേന്ദ്രം RSF പിടിച്ചെടുത്തതോടെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ ശക്തമായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.